വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബെലിൻറ്റൺ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പുതിയ വീട് നമ്മൾ എടുത്ത് ഷിഫ്റ്റ് ചെയ്തിരിക്കുവാണ്. റെൻറ്റിനാണ് എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എടുത്തേക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ പോലെ കാണിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുന്നേ ആയിട്ട് എന്താ പറയുക, കുറേ ട്രാവലിങ്ങും പിന്നെ ഇപ്പോൾ ഇവിടെ മൊത്തം ക്ലോറിൻ വാട്ടറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്ത് എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് മാറി യൂസ് ട്രൈ ചെയ്ത് നോക്കി. ഒന്നും എനിക്കൊരു എഫക്റ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഐ കെയിം ടു നോ അബൌട്ട് ദിസ് ആപ്പ് കോൾഡ് ക്യൂർ സ്കിൻ ആപ്പ്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പിൽ കൂടെ നമുക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഇവർ കണക്ട് ചെയ്ത് തരും. ആ ഡെർമറ്റോളജിസ്റ്റിനോട് നമ്മൾ നമ്മുടെ കൺസേൺസ് പറയും. AI ഫീച്ചർ വെച്ച് നമ്മുടെ സ്കിൻ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മുടെ ആ ഒരു പ്രോബ്ലംസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. ഈ ആപ്പിൽ നമുക്ക് എന്താ പറയുക, ഈ ഡോക്ടറിൻ്റെ സർവീസസ് മാത്രമല്ല, അല്ലാതെ ഒരുപാട് കുറേ സർവീസസ് ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫ്രീ ഡയറ്റ് പ്ലാൻ ഉണ്ട്, മന്ത്ലി ചെക്കപ്പ്, അങ്ങനെയുണ്ട്. ഒരുപാട് സർവീസസ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റും. ആകെപ്പാടെ നമ്മൾ ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിന് മാത്രം പൈസ കൊടുത്താൽ മതി. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സൺസ്ക്രീൻ കിട്ടി, പിന്നെ ഇപ്പോൾ ഒരു ബാരിയർ റീസ്ട്രക്ചർ ക്രീം കിട്ടി. ഞാൻ തൂത്തോണ്ടിരിക്കുന്നത്, അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ, ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഫേസ് വാഷ് കിട്ടി. ഇത്ര എണ്ണത്തിനും എനിക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1499 ആണ് എനിക്കായിട്ടുള്ളൂ. ഭയങ്കര അഫോർഡബിൾ രീതിയിൽ നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പം എന്നെപ്പോലെ ബിസി ലൈഫിൽ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ആപ്പ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡായ ബെലിൻറ്റൺ 100 യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാം, ഞാൻ എൻ്റെ ജോബ് റിലേറ്റഡ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കോതമംഗലത്തോട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ടിനും വളരെ അഫോർഡബിൾ രീതിയിൽ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് കിട്ടി. ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു അഫോർഡബിൾ രീതിയിൽ 2 BHK അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലക്കിയാണ്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഹോം ടൂർ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ടൂർ കാണിക്കാമെന്ന്. ജോലി കഴിഞ്ഞ് വന്നപ്പം രാത്രിയായി, അതുകൊണ്ട് രാത്രിയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള വെട്ടക്കുറവുണ്ടായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ കയറി വരുന്ന റൂമിൽ ഒരു കുഞ്ഞൊരു ഹാളാണ്. ചെറിയൊരു ഹാൾ, അത് ഭയങ്കര എക്കോ ആണ്. ഇവിടെ കിട്ടിയ ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോർ നമുക്ക് കിച്ചണിൽ പോയി പറയാം. കിച്ചൺ എത്തുമ്പോൾ പറയാം. ഹാളിൽ നമ്മളൊരു ലിവിങ് റൂമിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. സോ ഞങ്ങൾ ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. ഒരു വാഷിംഗ് ഏരിയ, കണ്ണാടിയൊന്നും ഇല്ല. നമുക്ക് തൽക്കാലം ചെറിയ കണ്ണാടി സജസ്റ്റ് ചെയ്യാൻ. ആൻഡ് നേരെ ചെല്ലുന്നതാണ് കിച്ചൺ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ചപ്പാത്തി നമുക്കിനി പൂച്ചയെ കിട്ടിയെന്നാണ് പറയാം. പൂച്ചയാണെങ്കിലും ഇവന്റെ ലാസ്റ്റേ പറയത്തുള്ളൂ. ഒരു ദിവസം ഞങ്ങളിങ്ങനെ എന്തായിരുന്നു, ജോലി കഴിഞ്ഞ് മടുത്ത് വന്നപ്പം കപ്പ് കേക്ക് തിന്നാൻ ആഗ്രഹിച്ച് ഒരു ബേക്കറി കയറി. ഏത് കപ്പ് കേക്ക്? സോറി, ശരി കേട്ടോ. അവിടുന്ന് ഒരു കപ്പ് കേക്ക് വാങ്ങിച്ച്, കപ്പ് കേക്കിന് ഭയങ്കര മധുരമായതുകൊണ്ട് ഞങ്ങൾ കപ്പ് കേക്ക് വഴിക്കൂടെ നടന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാക്കി പറ. ഇങ്ങനെ കട്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് വന്നപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, ഒരു പൂച്ചയോ പട്ടിയോ എല്ലാം മേടിച്ചാലോ എന്ന്. അപ്പം അമ്മ സമ്മതിക്കായിരുന്നു. ഇവള് പറഞ്ഞു. അത് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല, ഫ്രണ്ടിലിതേ മൂപ്പര് ചാടി വന്നു. എവിടുന്ന് കയറി വന്നു എന്ന് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ ഇത് ലിറ്ററലി സത്യമാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും
ഞങ്ങളൊരു വായും പൊളിച്ചിരിക്കുന്നത് പൂച്ചയെന്നും പറയും. അപ്പോൾ ഇവൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ തേടിയ പൂച്ച കാലിച്ചുറ്റി. തേടി പൂച്ച തേടി വള്ളി അല്ല തേടി പൂച്ച നീ പറഞ്ഞേ. മുള്ളു കുത്തിയിരിക്കുന്നത് അത് മുള്ളൊന്നുമില്ല. ഓക്കെ പറ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ പൂച്ചേനെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഇങ്ങനെ ചുരുട്ടി, അയ്യോ ചുരുട്ടി എടുത്തോണ്ടെങ്കിൽ പോന്നു. ആശാനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച്, ദേഹം മൊത്തം ചെളിയായിരുന്നു. കുളിപ്പിച്ച സ്ഥിതിക്ക് 2 ദിവസം പണങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഹാപ്പിയായി. പിന്നെ പേരിടൽ ചടങ്ങുണ്ട്. പൂച്ചയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു പൂച്ചയ്ക്കും ഇല്ലാത്തൊരു പേരാണ്. ആദ്യം കണ്ടത് ഒരു വെറൈറ്റി, കണ്ടുപിടിച്ചത് വെറൈറ്റി പേരായിരുന്നു. ആദ്യം എന്തായിരുന്നു? ബസന്തി. പിന്നെ അത് വിളിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ടും പിന്നെ ഒരു വെറൈറ്റി പേര് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടും ഞങ്ങൾ പേര് മാറ്റി പുതിയ പേര് നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? അതെ. 3, 2, 1 സ്റ്റാർട്ട്. പട്ടി. ലോകത്തിലെ ഒരു പൂച്ചയ്ക്കും ഇല്ലാത്തൊരു പേരാണ് പട്ടി. ഇതാണ് ഞങ്ങളുടെ പട്ടിക്കുട്ടൻ. നോക്കിക്കേ, അവർക്ക് ഹായ് കൊടുത്തേ. നിലത്തിറങ്ങി പോകണം. താഴെ ഫുഡ് ഇരിപ്പുണ്ട്, അത് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെയാണ് താഴോട്ടൊക്കെ. ഓക്കെ, ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ലക്കിന് കിട്ടിയ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അല്ലേ. ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ അഫോർഡബിളിൽ നമുക്ക് കിട്ടിയ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. കുറേ അന്വേഷിച്ചു കേട്ടോ. അതെ, അന്വേഷിച്ച് ലാസ്റ്റ് കിട്ടിയ അപ്പാർട്ട്മെൻറ്റാണ്. കിച്ചൺ ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട്. കാണിച്ച് തുറക്കാം. വർക്ക് ഏരിയ എന്നും പറയാം, ബാൽക്കണി പോലെയാണ്. ഇവിടുത്തെ ലൈറ്റ് പോയി കിടക്കുവാണ്. ചെറിയൊരു ബാൽക്കണി ഏരിയ പോലെയുണ്ട്. ഇവിടുത്തെ ലൈറ്റ് പോയി കിടക്കുവാണ്. നല്ല അലമ്പായി കിടപ്പുണ്ട്. എല്ലാം നമ്മുടെ സാറിലേക്ക് വിളിച്ചു അതിന് മാത്രമേ പറഞ്ഞില്ല. ഓക്കെ, ഇവിടുന്ന് നേരെ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ ഇതൊരു ബെഡ്റൂം, ഇത് വേറൊരു ബെഡ്റൂം. അവളുടെ ബെഡ്റൂം അവൾ തന്നെ കാണിക്കും. കമാൻ, ബെഡ്റൂം കാണിക്കും. മൈക്ക് കുടിച്ചോ. ഇത് ഞാൻ ഇപ്പം വൃത്തിയാക്കിയതാന്നൊക്കെ കണ്ടാൽ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും കേട്ടോ, ഇതെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. പിന്നെ അതെൻ്റെ യാവ പേരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു കേട്ടോ. അവളുടെ തന്നെ ഷേപ്പിലുള്ള പാലന, കളർ സെയിം ഞങ്ങൾ പറഞ്ഞിട്ടതാ കേട്ടോ. നല്ല ചായ ഇല്ലേ? അടുത്ത് കുടിച്ച്. പിന്നെ ഇവിടുന്ന് ജനലിൽ നിന്നൊരു വഴിയിലോട്ടൊരു വ്യൂ ഉണ്ട്. വെറുതെ വഴി നോക്കി ഇരിക്കാന്നേ ഉള്ളൂ, വേറെ ഉപകാരമൊന്നും. പിന്നെ ഒരു കബോർഡ് വരുന്നുണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അത് തുറന്ന് കാണിക്കുന്നില്ല. ഓക്കെ, ബാത്റൂം സത്യം. പിന്നെ നമുക്ക് എസ്തെറ്റിക് ആയിട്ട് വരുന്നത് ഇവിടുന്ന് ഒരു കണ്ണാടി, ഫോട്ടോ വെച്ച് കണ്ണാടി എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കട്ടിൻ്റെ അടിയിൽ സാധനങ്ങളൊന്നുമില്ല, കാരണം ഷൂ മാത്രമേ ഉള്ളൂ. അടുക്കി വെക്കാതെ നേരത്തെ അടുക്കി വെച്ചതായതുകൊണ്ട് ഷൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വൃത്തിയായിട്ട് കിടക്കുന്നത്. അതെ. അപ്പം അടുത്തത് എൻ്റെ റൂമിലോട്ടാണ്. നിങ്ങളെ വെൽക്കം ചെയ്യും. വളരെ കുഞ്ഞു മുറിയാണ്, ഇപ്പം വൃത്തിയാക്കിയതൊന്നുമല്ല. ഇതെപ്പോഴും ഇങ്ങനെയാണ് കിടക്കാറ്. നോക്ക്, എല്ലാം അടുക്കി ഒതുക്കിയിരിക്കുന്ന എന്ത് ബ്യൂട്ടിഫുൾ റൂം അല്ലേ. ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ വാങ്ങിച്ച സാധനമാണ്. ഇതിലും നേരിട്ട് കാണുമ്പോൾ അതിലും എസ്തെറ്റിക് സാധനം. അതെ അതെ അതെ, നമ്മുടെ എസ്തെറ്റിക് കാര്യമൊന്നും രാത്രി ലൈറ്റൊക്കെ പറഞ്ഞിട്ട് ഇതോടെ വീട്ടിൽ കണ്ണാടി നോക്കിയിരിക്കുക. രണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ രാത്രിയിൽ പാട്ടിട്ട് വൈബ് ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് 2 സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്തായിട്ട് എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഗ്ലേസിങ് അടിക്കുന്നുണ്ടോ?
ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ വിക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എൻ്റെ എക്സ്ട്രാ ആയിരുന്നൊരു മുളകാണ്, അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വെച്ചിട്ടുള്ളൂ. എവിടെയൊക്കെ വെക്കണമെന്നാണ്. പിന്നെ ഞാൻ സമാധാനമായിട്ട് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയൊരു ബുദ്ധയുണ്ട്. പിന്നെ ചെറിയൊരു വാഷ്റൂം വരുന്നുണ്ട്. എനിക്കും അവൾക്കും സെയിം വാഷ്റൂം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു വാഷ്റൂം കാണിക്കാം. ഈ വീഡിയോ ഡൗട്ട് നല്ലതല്ലെങ്കിൽ പിന്നെ ഞാൻ അടിച്ചു കൊല്ലും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ല, സാധനം കിട്ടിയാൽ പോലെ. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇവിടെ ഒരു ഷെൽഫൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എപ്പോഴും രാവിലെ ജോലിക്ക് പോവും. പിന്നെ നമ്മളിവിടെ അധികം വൈകിട്ട് മാത്രമല്ല സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങളുള്ളത്. പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന അടുക്കള ആയതുകൊണ്ട് നല്ല അത്യാവശ്യം അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പറഞ്ഞേ അതെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.